നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 589 589. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കഴിഞ്ഞ എപ്പിസോഡിലെ അവസാനത്തെ ശ്ലോകം 26. മടങ്ങിടും ഗോപരുരച്ചു തമ്മിൽ തീക്കൊള്ളിയാൽ തല്ലി അനങ്ങിടാത്തോൻ കൃഷ്ണൻ്റെ കാൽ കൊണ്ടു തൊടുമ്പോഴേക്കും കണ്ടില്ലയോ നമ്മൾ ഇതാം പ്രഭാവം എന്ന് ആണ് അവസാനത്തെ ശ്ലോകം ഉണ്ടായത്. ഇനി 86 സർഗം ശംഖചൂഡ വധം. 86 ഒന്നാമത്തെ ശ്ലോകം. വസന്തലക്ഷ്മി വാർമുല്ലപ്പൂക്കളും ചൂടി വന്നുടൻ വൃന്ദാവനം മുഴുവനും വിലസും വെണ്ണിലാവിനാൽ. പ്രകൃതി ഭംഗിയാണ് പറഞ്ഞത്. വസന്തലക്ഷ്മി വാർമുല്ലപ്പൂക്കളും ചൂടി വന്നുടൻ വൃന്ദാവനം മുഴുവനും വിലസും വെണ്ണിലാവിനാൽ. ചന്ദനച്ചാർ വെയിൽ ചൂടാറ്റി നിൽക്കവേ പീലിവാർമുടിയും മുക്താവൈഡൂര്യമണിമാലയും അണിഞ്ഞ് ഗോപിമാരോടും ചേർന്നൊഴുന്നള്ളി അന്തിയിൽ വൈകുന്നേര സമയത്ത് വിണ്ണാറ്റിൽ, അതായത് ഗംഗയുടെ തീരത്ത് എന്ന് അർത്ഥം പറയണം. വിണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാ, ആകാശഗംഗ. മേൽ കഴുകുവാൻ വന്നു താരങ്ങൾ നീന്തവേ. താരങ്ങൾ നീന്തവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്ഷത്രങ്ങൾ ഉദിച്ചുന്നു തന്നെ അർത്ഥം പറയണം. അരുവിൽ കൂടി നിന്നിടും വെണ്ണുര ചാർത്ത് പോലവേ, പാൽവെണ്ണ നൊര പോലവേ. രാത്രിയാം ശ്യാമള പെണ്ണിനഴകേറ്റിടും മാവിധം. രാത്രിയാകുന്ന ശ്യാമള പെണ്ണിന്, അതായത് കറുത്ത പെണ്ണിന് അർത്ഥം. അഴകേറ്റിടും മാവിധം ആരോ തൊടിച്ചു മിന്നീടും ചന്ദന പൊട്ടുകൊള്ളവേ. ആകാശത്തിലെ ചന്ദ്രൻ ആരോ തൊടിച്ചു മിന്നീടും ചന്ദന പൊട്ടുപോലവേ. സംതപ്തമായ പാർത്തട്ടിൽ നെറ്റിയിങ്കൽ കനക്കവേ. പച്ചക്കർപ്പൂരം അലിവാർന്ന് അരച്ചിട്ടതുപോലവേ. പച്ചക്കർപ്പൂരം അരച്ചിട്ടാൽ ഭയങ്കര തണുപ്പാണ്, അതേപോലെ തോന്നി. അന്തർദാഹമകറ്റിടാൻ അവനിക്ക് അഖിലേശ്വരൻ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്തർദാഹം അകറ്റിയിടാൻ അവനിക്ക്, ഭൂമിക്ക് അഖിലേശ്വരൻ ശ്രീകൃഷ്ണൻ. നമ്മുടെയൊക്കെ അന്തർദാഹങ്ങൾ പണം വേണം പറഞ്ഞിട്ട് ഉള്ള കാര്യമില്ല. ഭക്തി വേണമെന്ന് പറയൂ. ഈശ്വരൻ രക്ഷിക്കും, ധനം തന്നെ വന്നോളും. ലോട്ടറി അടിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. കിട്ടുന്നത് കൊണ്ട് സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ സാധിക്കും. അമ്പാൽ അമൃതമൂട്ടിയിടും. അമ്പാൽ സ്നേഹത്തോടുകൂടി അമൃതമൂട്ടിയിടും വെള്ളിത്തളിക പോലവേ. വിശ്വൈകാധ്യാപകൻ വെണ്ണിൽ ചുമരിൽ കമനീയമായി. വിശ്വൈക അധ്യാപകൻ, ലോകത്തിലെ ഏറ്റവും വലിയ അധ്യാപകൻ ആരാ? ശ്രീകൃഷ്ണൻ. വിണ്ണിൻ എന്താ പറയുക, ദേവലോകത്ത് ചുമരിൽ കമനീയമായി കെട്ടിത്തൂക്കിയ ഭൂഗോളവളം എന്നതുപോലവേ. മൃഗീയത മർത്യമനസ്സിൽ ചിത്രമീശ്വരൻ. മൃഗീയത സ്വഭാവമായിട്ടുള്ള, മരണം സ്വാഭാവികമായിട്ടുള്ള മർത്യൻ്റെ മനസ്സിൽ ചിത്രം ഈശ്വരൻ. ഈ ചിത്രം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആശ്ചര്യം എന്നർത്ഥം. ആശ്ചര്യം ഈശ്വരൻ കലാഭംഗിയോടും കാട്ടിത്തന്നിടുന്നത് പോലവേ. കലാഭംഗി ഒടും കാട്ടിത്തന്നിടുന്നത് പോലവേ.
തോപ്പിൻ മുടിക്കു പൊൻ തൊപ്പി ചൂടിച്ചതിമനോഹരം. തോപ്പിൻ മുടിക്ക് പൊൻതൊപ്പി. അതായത് തോപ്പിൻ മുടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മരങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ പൂർണ്ണചന്ദ്രൻ ഉദിച്ചാൽ എല്ലാവർക്കും വെള്ളിത്തൊപ്പിട്ട കൂട്ടത്ത് തോന്നുന്നതാണ്, കവിഭാഷയാണ് അതൊക്കെ. അപ്പോൾ പറഞ്ഞു തോപ്പിൻ മുടിക്ക് പൊൻതൊപ്പി ചൂടിച്ച് അതിമനോഹരം പൊങ്ങി വന്നെങ്ങും ആഹ്ലാദം പൊഴിക്കും ചന്ദ്രമണ്ഡലം. അല്ലേ, ചന്ദ്രൻ ഉദിച്ച് മേപ്പെട്ട് കയറുക ചെയ്യുക. അതാണ് പൊങ്ങി വന്നെങ്ങും ആഹ്ലാദം പൊഴിക്കും ചന്ദ്രമണ്ഡലം. കണ്ട് കൗതൂഹലം പൂണ്ട് ശ്രുതിയോജിപ്പോടത്രയും. ശ്രുതി യോജിച്ച് പാടുക അല്ലേ, ഒരു കട്ട രണ്ട് കട്ട അതൊക്കെ പറഞ്ഞത് സാമാന്യം. ശ്രുതിയൊപ്പിച്ചു അപ്പോൾ പറഞ്ഞു കണ്ടു കൗതൂഹലം പൂണ്ട് കൃഷ്ണനും പൊങ്ങി വന്നെങ്ങും ആഹ്ലാദം പൊഴിക്കും ചന്ദ്രമണ്ഡലം. കണ്ട് കൗതൂഹലം പൂണ്ട് കൃഷ്ണനും ബലരാമനും ആടിക്കുഴയും മായ പെൺമണിമാർ വാത്തി നിൽക്കവേ. അതായത് ഗോപസ്ത്രീകൾ ഭഗവാന്മാരെ, ബലരാമനെയും ഹനിയനായിരിക്കുന്ന ശ്രീകൃഷ്ണ പെരുമാളെയും ആടിക്കുഴയും മായർപ്പൻ, അതായത് നന്നായിട്ട് ഡാൻസ് ചെയ്ത് രാസലീലകൾ ആടിയിട്ട് അവർ പാട്ട് പാടി തുടങ്ങി. എങ്ങനെ? ജ്യേഷ്ഠാനുജന്മാർ അത്യന്തം ശ്രുതിയോജിപ്പോടെത്രയും. ജ്യേഷ്ഠാനുജന്മാർ അത്യന്തം ശ്രുതിയോജിപ്പോടെത്രയും മധുരം പാടിനാരൊപ്പം മതിഭംഗിയിൽ ആവിധം സംഗീതമാധുരിയിൽ ഈ വിശ്വമാകെ ലയിക്കവേ. ഈ പ്രപഞ്ചം മുഴുവൻ രാസലീലയുടെ പാട്ടുകൾ അല്ലെങ്കിൽ ഭഗവാനെ പറ്റിയിട്ടുള്ള പാട്ടുകൾ, ഭഗവാനെ പറ്റിയിട്ടുള്ള സ്തുതികൾ പാടി തകർക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ മനോഹര ഗീതങ്ങൾ മയങ്ങിപ്പോയ ഗോപികൾ, ആ മനോഹര ഗീതത്തിൽ മയങ്ങിപ്പോയ ഗോപികൾ തെല്ലുപോലും അറിഞ്ഞില്ല വാർക്കുന്തൽ കെട്ടി അഴിഞ്ഞതോ. തലമുടിയൊക്കെ സ്റ്റൈലായിട്ട് കെട്ടിവെച്ചതൊക്കെ അഴിഞ്ഞതൊന്നും അവരറിഞ്ഞിട്ടില്ല. ഉടുപൂഞ്ചേല കാറ്റത്തു കിഴിയുന്നത് പോലുമോ. കാറ്റിൻ്റെ ഗതിക്ക് ഉടുത്ത വസ്ത്രങ്ങൾ അസ്ഥാനത്തേക്ക് പോകുന്നതൊന്നും അവരറിഞ്ഞില്ല. അത്തരം പരമാനന്ദം എങ്ങെങ്ങും മലതല്ലവേ. അല്ലേ, ഈ ജാഗ്രതാവസ്ഥയിലല്ലേ വസ്ത്രം പോയാൽ നാണം തോന്നു അല്ലെങ്കിൽ ലജ്ജ തോന്നു. ഇപ്പം അതില്ല. ഇതങ്ങനെയല്ല. ഈ ആത്മീയത തലക്കടിക്കുക എന്ന് പറയും. എന്നാൽ പിന്നെ പരിസരബോധം ഉണ്ടാവില്ല. എന്താ അങ്ങനെ വരാൻ കാരണം? കാലദേശത്തിനെ കാലത്തിനും ദേശത്തിനും അതീതമായിരിക്കുന്ന ചൈതന്യത്തിൽ ലയിക്കുമ്പോൾ എവിടെയാണ് എന്താണെന്നും അറിയില്ല. അത്തരം പരമാനന്ദം എങ്ങെങ്ങും മലതല്ലവേ. ധനാധിപനോടെന്നെന്നും കൂട്ടുകെട്ടാൻ മതിച്ചവൻ. ധനാധിപൻ, അതായത് വൈശ്രവൺ എന്ന് വേണം പറയാൻ. കൂട്ടുകെട്ടാൻ മതിച്ചവൻ പാതി പഠിപ്പാൽ ആരോടും കയർക്കുന്നവൻ. അതൊരു ഗുണപാടാണ്. അതായത് അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കുന്നു പറയും. അതാണ് ഇവിടെ. പാതി പഠിപ്പിൽ ആരോടും കയർക്കുന്നവൻ. ആ വിധം പഠിപ്പ് തുടങ്ങിയാൽ ആൾക്കാർ കയർക്കാൻ തുടങ്ങും. ഞാനാണ് ക്യാമെന്ന് തോന്നുന്നവർക്ക് മായാണത്. പഠിപ്പ് മുഴുമിച്ചാലോ അനങ്ങില്ല. കാരണം എന്താ, അവന് മനസ്സിലായി ആരോടാ കയർക്കണത്? ഈശ്വരനോടോ? സർവം ഖല്ലിതം ബ്രഹ്മ, എല്ലാം ബ്രഹ്മമയാണ്. വിശ്വേശലീലയെപ്പോഴും പഴിക്കും ഒരു ദുർഭകൻ. ഇന്നത്തെ കാലത്തെ പോലെ അന്നുണ്ട്. വിശേഷലീലയെപ്പോലും പഴിക്കും ഒരു ദുർഭകൻ. തെറ്റ് മാത്രം കണ്ടുപിടിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ നല്ലതിനെ നല്ലതായി കാണാൻ കഴിയാത്തവരുണ്ട്. വില പിടിച്ചൊരു മഹാരത്നവും ചാർത്തി മൗലിയിൽ. ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. വില പിടിച്ചൊരു മഹാരത്നവും ചാർത്തി മൗലിയിൽ. തലയിൽ പട്ടും പുതച്ചു സിന്ദൂരപ്പൊട്ടും തൊട്ടു പലേടവും തെണ്ടിത്തിരിഞ്ഞു നാൾ പോക്കും അതിലമ്പടനായവൻ. അതായത് ഒരു ബോഷ്കൻ എന്നർത്ഥം പറയാം നമുക്ക്. ശംഖു ചൂടാഖ്യയാൽ മാത്രം പുകഴും ഗുഹ്യഘാതമൻ. ശംഖചൂടൻ എന്നാണ് അയാളുടെ പേര്. ഈ ശംഖചൂടൻ എന്നുള്ളത് നല്ലവർക്കുണ്ട് ചീത്തവർക്കുണ്ട്. പ്രദോഷമില്ലേ. ഇപ്പോൾ വിഷ്ണു എന്നുള്ള പേര് എത്രയോ ആൾക്കാർക്കുണ്ട്. പക്ഷേ വിഷ്ണുവിൻ്റെ ഗുണങ്ങളുണ്ടോ അവർക്ക്? ഇല്ല. അപ്പോൾ
ശംഖു ചൂടാക്കിയാൽ മാത്രം പുകഴും ഗുഹ്യഗാധമൻ നേരിട്ടണഞ്ഞു ഗോപാലപ്പൻ കിടാങ്ങളെയൊക്കെയും. അതായത് ഈ ഗോപസ്ത്രീകളെയൊക്കെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. തന്നാഥരെ, അപ്പോൾ ഒക്കെയും തന്നാഥരെ വിളിച്ചും കൊണ്ടാർത്തരായി വിലപിക്കവേ. അപ്പോൾ കൃഷ്ണ കൃഷ്ണ രാമ രാമ എന്ന് ഇവർ വിലപിക്കാൻ തുടങ്ങി. തന്നാഥരെ, അതാണ് ബഹുവചനാണ്. തന്നാഥനെ എന്നല്ല, നാഥരെ വിളിച്ചും ആർത്തരായി വിലപിക്കവേ. തെളിച്ചാൻ പൈക്കളെ കള്ളൻ പോൽ. മൃതിയടുത്തവൻ, മരണം അടുത്തവൻ എന്നാ. ശംഖചൂടൻ എന്ത് ചെയ്തു? ഈ വൃന്ദാവനത്തിൻ്റെ സ്വത്തായിരിക്കുന്ന പൈക്കളെ മുഴുവൻ ആട്ടിക്കൊണ്ട് ഈ സ്ത്രീകളെയും അപ്പോൾ തെളിച്ചാൻ പൈക്കളെ കള്ളൻ അത് ശരി. പൈക്കളേനെ ആട്ടിക്കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഈ എന്താ പറയുക, വൃന്ദാവനത്തിലെ ലലനാമണികളെ കട്ടുകൊണ്ടുപോയി. അപ്പോൾ പേടിക്ക എന്നോതിയും കൊണ്ടുടൻ കൃഷ്ണനും ഏട്ടനും. നിസ്സാരൻ, അവനൊന്ന് പറ്റി പേടിക്കണ്ട. നിങ്ങളെന്തിനാ പേടിക്കണത്? ഞങ്ങളില്ലേ ഇവിടെ. എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഏട്ടനും ഉണ്ട് വിശേഷപ്പെട്ടിട്ട്. ഞാനും ഏട്ടനുള്ളപ്പോൾ ആരാ നിങ്ങളെ ഉപദ്രവിക്കുക? രാമ കൃഷ്ണ രാമ കൃഷ്ണ രാമകൃഷ്ണ ഗോവിന്ദ എന്ന് പറയണവനെ ഒന്നും പേടിക്കാല്ല ഈ ലോകത്തിൽ. അവൻ ഹീസ് ദി സേഫസ്റ്റ്. പറഞ്ഞിട്ടുണ്ടോ? ഏത് പോരായ്മകളെയും ഇല്ലായ്മ ചെയ്യാൻ ഭഗവാൻ തയ്യാറായിട്ട്. രാമകൃഷ്ണ എന്നുള്ള ധ്വനി എവിടെ മുഴക്കണം? ഭഗവാൻ ഉണ്ടെന്നർത്ഥം. അപ്പോൾ പേടിക്കായെന്നോതിയും കൊണ്ടുടൻ കൃഷ്ണനും ഏട്ടനും കരിമ്പന പുഴയ്ക്ക് കൊണ്ട് അതിവേഗത്തിൽ യക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയണ്ടായില്ലോ, ധനധൻ അതിൻ്റെ സൂക്ഷിപ്പുകാരനാണ്. രാവണൻ്റെ സഹോദര സ്ഥാനീയനാണ് ആര്? കുബേരൻ. കുബേരൻ്റെ ആളിൽ ഒരാളാണ്. അതായത് എന്തുവാദി എന്നാ പറയുക, മൂഢനാണ് ആളെ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്തത്, തെറ്റ് ചെയ്തത്. ധർമ്മം എന്താ അധർമ്മം എന്താണെന്ന് അറിയാതെ കൊണ്ടാണ് ആൾക്കാർ ബുദ്ധിമുട്ടണത്. അപ്പോൾ രണ്ട് കരിമ്പൻ ഓരോ കരിമ്പനും ഇങ്ങോട്ട് പുഴയ്ക്ക്. ആരെ? ബലരാമനും ശ്രീകൃഷ്ണനും. കരിമ്പന പുഴയ്ക്ക് കൊണ്ട് അതിവേഗത്തിൽ യക്ഷനെ പുണ്ടർന്നീടവേ പേടിച്ച ആയർ പെൺമണിമാർകളെ, അതായത് വൃന്ദാവനത്തെ സ്ത്രീകളെ ദൂരെ വിട്ടോടിനാൻ മൂഢൻ. അവരുടെ പിടി വിട്ടിട്ട് സ്വന്തം ജീവന് വേണ്ടി ഓടി. ഇവിടെയാണ് മലയാളത്തിൽ വലിയൊരു പ്രോവർബുണ്ട്, തനിക്ക് ചുട്ടാൽ തൻപിള്ള നിലത്ത്. തനിക്ക് ചുട്ടാൽ തൻപിള്ള നിലത്ത്. അത് വാക്കർത്തെടുക്കരുത്, അതിൻ്റെ ബാഹ്യാർത്ഥം എടുത്താൽ മതി. അല്ല എന്താ പറയുക, ഭാവാർത്ഥം എടുത്താൽ മതി. ആർക്കും സ്വന്തം ആത്മാവാണ് ഏറ്റവും പ്രധാനം. പിന്നെ ദിൽക്ക ദുഃഖയുടെ മോളാണെങ്കിലും മോനാണെങ്കിലും തള്ളിപ്പറയുന്നൊരു സാഹചര്യമുണ്ട് വേദാന്തത്തിൽ. എന്തോട്ടെ, നമുക്കത് സബ്ജക്റ്റ് അല്ല. പിന്തുടർന്നിടവേ പേടിച്ച് ആയർ പെൺമണിമാർകളെ ദൂരെ വിട്ടോടിനാൻ മൂഢൻ ജീവിതം മാത്രം ഓർപ്പവൻ. കൊന്നിടും മുമ്പിൽ ആ രത്നം കൈക്കലാക്കാനൊരിത്തിരി ഓടിനാൻ നാഥൻ അവരെ ജ്യേഷ്ഠൻ കാത്തു വിളങ്ങവേ. അപ്പോൾ വളരെ അമൂല്യമായിട്ടൊരു രത്നം ഈ ശംഖചൂടൻ എന്ന് പറയുന്ന യക്ഷൻ്റെ തലയിൽ കെട്ടി തൂക്കിയിട്ടുണ്ട്. അതേതായാലും ഇനി എനിക്കുള്ളതാണ് പറഞ്ഞിട്ട് കൃഷ്ണൻ ഓടി അവൻ്റെ ഒപ്പം. അപ്പോൾ ഏട്ടനോട് പറഞ്ഞു, ഞാൻ വരണ വരെ ഈ കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂട്ടോ. അത് അതാണ്. കൊന്നിടും മുമ്പിൽ ആ രത്നം കൈക്കലാക്കാൻ ഒരുത്തിരി ഓടിനാൻ നാഥൻ അവരെ ജ്യേഷ്ഠൻ കാത്തു വിളങ്ങവേ. അടുത്തു ചെന്ന് ആ മൂർഖൻ്റെ മണിയേന്തിയ മൗലിയിൽ മുഷ്ടി കൊണ്ട് അരിശം പൂണ്ടൊന്ന് ആഞ്ഞടിച്ചാൻ മഹാപ്രഭു. ഓടി പിടിച്ചു. ഒരു കൈ കൊണ്ട് തലയിൽ ചൂടിയിട്ടുള്ള അതികമനീയമായിട്ടുള്ള രത്നം എടുത്തു എന്ന് മാത്രമല്ല
മറ്റേ കൈ ചുരുട്ടി പിടിച്ചിട്ട് ടേറൊറ്റ പൊട്ടിക്കൽ ശംഖചൂടൻ എന്നുള്ള യക്ഷൻ്റെ തലയിൽ. കൃഷ്ണ ഗോവിന്ദാർപ്പണം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇതി ശ്രീകൃഷ്ണ. അപ്പോൾ പറഞ്ഞു ശംഖചൂടനെ ഈ വണ്ണം കൊന്നു രത്നം എടുത്തവൻ ഗോപിമാരെ വരും നോക്കി നിൽക്കേത്താൻ ഏട്ടനേകിന. ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ട് എന്താ ചെയ്തത്? ഏട്ടാ ഇത് ഏട്ടനിരിക്കട്ടെ, ഇത് ഏട്ടനിരിക്കട്ടെ. ഇതാണ് സഹോദര സ്നേഹം. അല്ലാണ്ട് അനിയനെ ഇട്ടിട്ട് വാട്ടിപ്പിടിക്കലല്ല. പ്രശ്നമുണ്ടാകും. അതൊക്കെ ശ്രദ്ധിക്കണം ജീവിതത്തിൽ. അപ്പം ശംഖചൂടനെ ഈ വണ്ണം കൊന്നു രത്നമെടുത്തുടൻ ഗോപിമാരെ വരും നോക്കി നിൽക്കെത്താൻ ഏട്ടന് ഏകിനാൻ ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ ഷഡശിതമസർഗ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. 87 സർഗം ഗോപികളുടെ കൃഷ്ണഗീതാകഥനം. ഗോപികൾക്ക് ഭഗവാനെ പറ്റിയിട്ടുള്ള സ്തുതികൾ എത്ര പാടി തിമിർത്താലും ഇഷ്ടമില്ല. ആദ്യം മുതൽക്കുള്ള കഥകൾ ഇങ്ങനെ പാടിയിട്ട് രസിക്കാം. കണ്ണൻ്റെ കൂടെ ഉൾക്കാമ്പും കാട്ടിലെത്തിയ ഗോപികൾ കൃഷ്ണലീലകൾ പാടിത്താൻ കഴിച്ചു പകലൊക്കെയും. നേരം സൺറൈസ് ടു സൺസെറ്റ് ആകുമ്പോഴേക്കും ഭഗവാൻ വരും. അതുവരെ ഗോപികളുടെ കൃഷ്ണഗീതാകഥന. കണ്ണൻ്റെ കൂടെ ഉൾക്കാമ്പും, അത് മനസ്സ് കണ്ണന് കൊടുത്തു കഴിഞ്ഞു, ഇനി എന്താ വേണ്ടത്? കാട്ടിലെത്തിയ ഗോപികൾ കൃഷ്ണലീലകൾ പാടി താൻ കഴിച്ചു പകലൊക്കെയും. അന്യോന്യം അവർ ഈ വണ്ണം ചൊല്ലി കൃഷ്ണൈക ചിത്തകൾ. ചിത്തത്തിൽ കൃഷ്ണൻ മാത്രം, വേറൊന്നും അവർക്ക് പ്രശ്നമില്ല. പരവാർത്തകളത്യന്തം അടുത്ത മധുവാണികൾ. പരവാർത്ത എന്ന് പറഞ്ഞാൽ എക്സെപ്റ്റ് കൃഷ്ണൻ ദർ ഇസ് നോ സബ്ജക്റ്റ്. അപ്പോൾ പരവാർത്തകളത്യന്തം അടുത്ത മധുവാണികൾ. മറ്റവരെ വേറൊരാളെ പറ്റിയിട്ടും ചർച്ചയില്ല. കൃഷ്ണ 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 കൃഷ്ണ. അപ്പോൾ രാത്രിയോ പകലും നമ്മൾക്കൊക്കെയും വിപരീതമാം കൃഷ്ണ സാന്നിധ്യമാർന്ന് ഉള്ളം വിരിഞ്ഞിടുക കാരണം. അത് അണ്ടർലൈൻ ചെയ്യണം. കൃഷ്ണ സാന്നിധ്യം മാർന്ന് ഉള്ളം വിരിഞ്ഞിടുക കാരണം. അവരവരുടെ ചിതാകാശ ഗുഹയിൽ കൃഷ്ണനാണ് 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 കൃഷ്ണൻ മാത്രമാണ്. അപ്പോൾ അവരുടെ ബുദ്ധി വികസിച്ചു. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധി വികസിക്കണമെങ്കിൽ ഇല്ലാത്ത വസ്തുക്കളെ പറ്റി നമ്മൾ ചിന്തിക്കണ്ട, ഉള്ള വസ്തുക്കളെ പറ്റിയിട്ടും വേണ്ട. നമ്മുടെ നമ്മൾക്ക് എന്ത് വേണം എന്നുള്ളത് ആർക്കറിയാം? ഭഗവാൻ അറിയാം. അത് ഭഗവാൻ സാധ്യമാക്കി തരും. ഭഗവൻ ഭൂതഭാവേശ ന ജാനേ ഹിതമാത്മന ത്വമേവ സഞ്ചിന്യ വിഭോ ഹിതം മേ കർത്തുമർഹസി എന്ന് ഒരു പ്രമാണം, ആദർശ പ്രാർത്ഥന. ഭഗവൻ ഭൂതഭാവേശ ന ജാനേ ഹിതം ആത്മന. ഭഗവൻ ഭൂതഭാവേശ ന ജാനേ ഹിതം ത്വം ഏവ സഞ്ചിന്യ വിഭോ ഹിതം മേ കർത്തുമർഹസി. ഭഗവാനെ, അനാദികാലം മുതൽക്ക് എൻ്റെ സതീർത്ഥ്യനായിട്ട് അങ്ങുണ്ട്. ഞാൻ എന്തൊക്കെ രൂപങ്ങൾ ധരിച്ചു എൻ്റെ കർമ്മഫലം കൊണ്ട്, അപ്പോൾ ഒക്കെ അങ്ങ് ഒപ്പുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടിയാലാ സന്തോഷിക്കാമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതുകൊണ്ടേ അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി എന്നാ. ഇത് ഈ കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുക്കണ കൂട്ടത്തിലാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിണ്ടാവില്ല. ഒരു നാട്ടിൽ സാമാന്യമായിട്ട് ഒരു കള്ളനുണ്ടാവും. ആ കള്ളനെ വിളിക്കും ബുദ്ധിയുള്ളവൻ. ഇന്ന ദിവസം മുതൽക്ക് ഇന്ന ദിവസം വരെ ഞാൻ ഇവിടെ ഇല്ല, താൻ ഇത് കൊണ്ട് നടത്തണം. അപ്പം താക്കോലോട് കൊടുത്താൽ അവൻ കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ട് ഇത് കാത്തു നിൽക്കും. വേറൊരു കള്ളൻ അങ്ങോട്ട് വരില്ല, ഇവൻ കക്കൂല. അതാണ് കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുക്കുക എന്ന് പറഞ്ഞ കൊടുത്തൽ. എല്ലാം സർവജ്ഞനാണ് ഭഗവാൻ. അപ്പോൾ ലീലാമാനുഷനാണ്. ആ ലീലാമാനുഷനായിരിക്കുന്ന ഭഗവാനെ നമ്മൾ അഭയം പ്രാപിച്ച് നമ്മുടെ മനസ്സിൻ്റെ താക്കോൽ അദ്ദേഹത്തിന് കൊടുക്കുക. എന്നാൽ എന്തുണ്ട്? അദ്ദേഹം നോക്കിക്കോളും. എല്ലാം കൊടുത്ത ബലിക്ക് കാവൽക്കാരനായിട്ട് ഗദാപാണിയായിട്ട് ഭഗവാൻ നിൽക്കണു എന്ന് പറഞ്ഞാൽ അതിനെന്താ അർത്ഥം? ഭഗവാനെ നമ്മൾ തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഭഗവാന് നമ്മൾ തോറ്റു കൊടുക്കുക. ഭഗവാനെ, ഇതാ ഞാൻ എൻ്റെ ഏറ്റവും വില പിടിച്ച മനസ്സ് അങ്ങയ്ക്ക് തന്നിട്ട് അങ്ങയുടെ ദാസനാണ് ഞാൻ പറഞ്ഞാൽ മതി, കാര്യം ശരിയായി.
അപ്പോഴാണ് ഹരിദാസനാവുക. ദാസൻ ഹരിയുടെ ദാസനാവുക. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനെങ്ങനെയാണ്, എൻ്റെ മനസ്സിൽ ഇതിനെപ്പറ്റിയൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ കുറേ ദുഃഖങ്ങളുണ്ടായിരുന്നു ആദ്യകാലത്തൊക്കെ. എത്രയായാലും മനുഷ്യനല്ലേ, പച്ചയായിട്ട്. എപ്പോൾ ഒരിക്കൽ ഗുരുനാഥൻ നമ്മുടെ ഇരുട്ടകറ്റി, ഈ പ്രപഞ്ചത്തിൽ കൃഷ്ണനാമത്തിൻ്റെ ഫലം എന്താണ്, ഭാഗവതം ഒരു ശാസ്ത്രീയ ഗ്രന്ഥമാണ് എന്ന് പഠിപ്പിച്ച ഗുരുനാഥന് നമസ്കാരം. ശാസ്ത്രീയ ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് ആ ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? കൃഷ്ണ സാന്നിധ്യം മാർന്ന് ഉള്ളം വിരിഞ്ഞിടുക കാരണം. അതെ. അപ്പോൾ പറഞ്ഞു, വൃന്ദാവനത്തിൽ നാം ഇപ്പോൾ ചെന്നു നോക്കുകിലോ സഖി, തൃക്കാൽ പിണച്ച് ഇതേ മട്ടിൽ നമ്മൾ തൻ പ്രിയവല്ലഭൻ. പ്രിയവല്ലഭൻ ആരെ? തൃക്കാൽ പിണച്ച് ഇതേ മട്ടിൽ നമ്മൾ തൻ പ്രിയവല്ലഭൻ. എന്തു ചെയ്യണു? പ്രിയവല്ലഭൻ പീലിക്കിരീടവും തെല്ല ചരിച്ച് ആലിൻ ചുവട്ടിലായി കാണാം ചങ്ങാതിമാരൊത്ത് ചിരിച്ചങ്ങനെ നിൽപ്പതായി. ഇവരുടെ ഭാവനയിലാണ്. ഭഗവാൻ ഇപ്പോൾ എന്തുണ്ടാവുക? പീലിക്കിരീടവും തെല്ല ചരിച്ച് ഹാലിൻ ചുവട്ടിലായി കാണാം ചങ്ങാതിമാരൊത്ത് ചിരിച്ചങ്ങനെ നിൽപ്പതായി. അതിധന്യകളാം ഓരോ പുളിന്തികൾ പലയിടവും നിന്ന് ഇങ്ങനെ നുകർന്നിടുന്നുണ്ടാവാം കൃഷ്ണമാധുരി. അതിധന്യകളാം, ധന്യങ്ങളല്ല, അതിധന്യകളാം ഓരോ പുളിന്തികൾ. അതായത് ഈ വ്രജത്തിലെ സ്ത്രീകൾ പല പുളിന്തികൾ പലയിടവും നിന്നങ്ങനെ നുകർന്നിടുന്നുണ്ടാവാം കൃഷ്ണമാതിരി. പലവരും പല സ്ഥലത്ത് നിന്ന് കൃഷ്ണനെ നോക്കിയിട്ട് ഇങ്ങനെ വളർക്കും, കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. വൃന്ദാവനത്തിലെങ്ങാനും ഒരു പുല്ലായി പിറക്കുവാൻ കൊതിപ്പൂ മുനിമാർ പോലും തൃക്കാൽ പൊടികളേൽക്കുവാൻ. എന്തിനാ പുല്ലായിട്ട്? എന്നാൽ പനനീരായിട്ടായി കൂടെ പറ്റില്ല. പനനീര് പൂവിനെ കൈകൊണ്ട്, മുല്ലപ്പൂവിനെ കൈകൊണ്ട്. പുല്ലായാൽ, ഭൂമിയിൽ പുല്ലായാൽ ഭഗവാൻ നടക്കുമ്പോൾ ഭഗവാന്റെ പാദത്തിലുള്ള ധൂളികൾ നമ്മുടെ ശരീരത്തിലാവുന്നതാണ്. ഇതായിരിക്കണം നമ്മളെ പുല്ല. എന്താ എനിക്ക് പുല്ല്? ഞാൻ രാജാവാണ്. ഒരു ചുക്കുമില്ല. രാജാവും പ്രജയൊക്കെ പുല്ലായാൽ മതി. എന്നാൽ ഭഗവാൻ എന്തു ചെയ്യും? എല്ലാവരെയും ഒരേപോലെ ശ്രദ്ധിക്കും ഭഗവാൻ. അപ്പോൾ തൃക്കാൽ പൊടികളേൽക്കുവാൻ ഈ ശയനപ്രദർശനം ചെയ്യണത് എന്തിനാ? അതാത് ക്ഷേത്രത്തിലെ ഭക്തന്മാരുടെ പാദധൂളികൾ ഭഗവാന്റെ പാദധൂളികളാണെന്നുള്ള ഒരു സംജ്ഞപ്രകാരമാണ്. ഞാൻ ഒരുപാട് കാലം, എത്രയെന്നറിയില്ല, ഗുരുവായൂർ ശയനപ്രദർശനം ശബരിമലയിൽ മാസം അതായത് ബോംബെയിലുള്ളപ്പോൾ ലീവ് എടുത്ത് വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വരും ഞാൻ. 2.5 മാസം 3 മാസം കൂടുമ്പോൾ. ഈ 1-ാം തീയതി, മലയാള മാസം 1-ാം തീയതി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരിക. അപ്പോൾ മലയാള മാസം നാളെ 1-ാം തീയതി ആണെങ്കിൽ ഇന്ന് കാലത്ത് ഞാൻ വീട്ടിലെത്തും. എന്നിട്ട് ഷൊർണൂരിൽ നിന്ന് 8 മണിക്കോട്ടെ ഒരു ട്രെയിന് പോകുന്നുണ്ട്. അതിന് എറണാകുളം പോയി ഇറങ്ങും. എന്നിട്ട് നേരെ ചോറ്റാനിക്കര പോകും. ചോറ്റാനിക്കരയിൽ അന്നൊക്കെ എത്ര 25 റുപ്യ 30 റുപ്യ, അതായത് 80s റൂം എടുക്കും. റൂം എടുത്ത് കുളിച്ച് ഭഗവതീനൊക്കെ തൊഴുത് നേരെ മറ്റേ എന്താ പറയുക, സന്താനഗോപാലം കഥ നടന്ന സ്ഥലത്ത് തൃപ്പൂണിത്തറ സന്താനഗോപാലസ്വാമി ക്ഷേത്രത്തിലെത്തും. മണിയടിച്ചു. ശിവൻ്റെ അവിടെ നട തുറന്നു. നിങ്ങൾ കേട്ടോ അറിയില്ല. അപ്പോൾ അവിടെ ദീപാരാധന തൊഴും. എന്നിട്ട് അടുത്ത് ബസ് പിടിച്ചിട്ട് ചോറ്റാനിക്കര എത്തിയാൽ താഴത്തെ അമ്പലത്തിലെ മഹാഗുരുതി, ചണ്ടമേളും ഗുരുതിയും കൂടിയിട്ട് അതൊക്കെ കേൾക്കും, കാണും. എന്നിട്ട് പ്രസാദം വാങ്ങി റൂമിൽ വന്ന് എന്തെങ്കിലും ചെറിയ ലൈറ്റ് ഫുഡ് കഴിക്കും, വളരെ ലൈറ്റായിട്ട്.
സുഖമായിട്ടുള്ള ഉറക്കം. നേരത്തെ എണീക്കും, 3 മണിക്ക് എണീറ്റ് കുളിച്ച് ഭഗവതിയുടെ മറ്റേ ഈ കിരീടവും പണ്ടൊക്കെ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചെങ്കല്ലാണത്. ചെങ്കല്ല് കൂർത്ത് നിൽക്കുകയാണ്. അതിലാണ് ഈ കിരീടും മുഖമൊക്കെ പാട് കൊടുത്ത് സ്വർണത്തിൻ്റെ ലോഹം ഇറക്കുന്നത്, പഞ്ചലോഹത്തിൻ്റെ. അപ്പോൾ കുടം കൊണ്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ദർഭപ്പുല്ല് കൊണ്ട് ഈ ചെങ്കല്ലിലുള്ള കൃമികൾ പാറ്റിക്കിറ്റൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ തട്ടും, അതൊക്കെ പോവും. ആ സമയത്ത് എത്ര മൺതരികൾ താഴെയുണ്ട്, അതാണ് ഈ കൂട് നിറയ്ക്കാനൊക്കെ, സ്വർണ്ണക്കൂടൊക്കെ നിറയ്ക്കണ അരയെ കിട്ടുന്ന ആൾക്കാർക്ക് ഭയമില്ലാതെ ഇരിക്കാൻ. ഞാൻ എൻ്റെ IIT-യിൽ ഒരു കൊച്ചുരാമൻ പെട്ട ഒരാളുണ്ടായിരുന്നു. എഴുത്ത് വായനറിയില്ല. അപ്പോൾ ഭാര്യയ്ക്ക് ഞാനാ കത്തെഴുതാം. അപ്പോൾ അദ്ദേഹത്തിന് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചിലവാക്കണ്ടേ. അപ്പോൾ മൂപ്പര് ക്ലാസ് 4 എംപ്ലോയിയാണ്. അപ്പോൾ എന്ത് ചെയ്യും, റൂം വേണ്ടവരെ ഒപ്പം താമസിപ്പിക്കും, അവർക്ക് ചോറൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ കാശുണ്ട് മൂപ്പരയിൽ. അപ്പോൾ എല്ലാ മാസം മണി ഓർഡർ അയച്ചു കൊടുക്കും. ഭാര്യ നന്നായിട്ട് അതായത് കുടുംബം നോക്കും. അപ്പോൾ അയാൾക്കൊരു പ്രാവശ്യം എന്തോ കുറച്ചൊരു പ്രശ്നം ഉണ്ടായി. എന്നോട് പറഞ്ഞു, എന്താ ചെയ്യുക, ഒന്നും ചെയ്യാനൊക്കെ ശരിയാക്കി തരാം. അന്ന് ഞാൻ ഈ പിന്നെന്താ പറയുക, ഈ ചോറ്റാനിക്കര ഭഗവതിയുടെ മുൻ ചീഫ് പ്രീസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇല്ലൻ്റൊക്കെ എഴുതി ഇങ്ങനെയൊക്കെയാണ്. അദ്ദേഹം എനിക്ക് പ്രസാദം അയച്ചു തന്നു. ഞാൻ അദ്ദേഹത്തിന് ചെറിയൊരു ദക്ഷിണ അയച്ചു കൊടുത്തു. ആർക്ക് വേണ്ടിയിട്ട്? കൊച്ചുരാമന് വേണ്ടിയിട്ട്. ഇതെന്തപ്പോൾ എനിക്ക് ഞാൻ ഇതൊന്നും എഴുതി വെച്ചിട്ടല്ല പറഞ്ഞത്. അങ്ങനെ ഓരോ സന്ദർഭം വന്നപ്പോൾ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് ഒരു പുറത്ത് വന്നു എന്ന് മാത്രം. എന്താ അത് പകരാൻ കാരണം? വെറും അപ്പോൾ പറഞ്ഞു, വൃന്ദാവനത്തിലെങ്ങാനും ഒരു പുല്ലായി പിറക്കുവാൻ കൊതിപ്പൂ മുനിമാർ പോലും തൃക്കാൽ പൊടികളേൽക്കുവാൻ. ഇതാണ് സന്ദർഭം. പറഞ്ഞ ഭാഷയിലേ ഇതാണ് ഭക്തി. ഭഗവാൻ നമ്മൾക്ക് എന്ത് തന്നിട്ടുണ്ട്? ഭക്തി. അതിലെ ആനന്ദ തുന്തിലനാവുക. പറഞ്ഞ ഭാഷയിലേ ഇനി 9ാമത്തെ ശ്ലോകം എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. വെറും വാക്കല്ല അതിൻ തത്വം കണ്ടു നാം അന്നു രാത്രിയിൽ ഭഗവത് സ്പർശമേൽക്കായിൽ എല്ലാം നിർജീവമൂഴിയിൽ. എത്ര ഹൃദയസ്പർശിയായിട്ടുള്ള വാക്കാണ് ഗോപിമാരുടെ. വെറും വാക്കല്ല. ഈ പുല്ലായിട്ട് ജനിക്കണമെന്ന് പറഞ്ഞതാരാ? ഗോപസ്ത്രീകളാണ്. അപ്പോൾ ഭഗവാന്റെ അവതാരത്തിൽ നമ്മൾ പുല്ലായിട്ട് ജനിച്ചാലും ഭഗവാന്റെ പാദധൂളികൾ നമ്മളെ അലങ്കരിക്കുന്ന. വെറും വാക്കല്ല അതിൻ തത്വം. ആ തത്വം എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. തത്വം, ശ്രീകൃഷ്ണ തത്വം. പ്രീതികരമായിട്ട് ജീവിക്കുക, എല്ലാവർക്കും സാധിക്കുന്ന പോലെ പ്രീതികരമായിട്ട് ജീവിക്കുക. തനിക്കെന്നും തൻ്റേതെന്നുള്ള ധാരണ ഉണ്ടാവണ്ട. കാരണം അത് വാഴില്ല മക്കളെ. എനിക്ക് ഒന്നുമില്ല, പക്ഷെ എല്ലാം ഉണ്ട്. എൻ്റെ അല്ല, ഭഗവാൻ തന്നത്. ഓരോരുത്തരെ ഇങ്ങനെ കൊണ്ടുപോയി നിർത്തും ഭഗവാൻ. അവനെത്ര കൊടുത്തളാം, അവനെത്ര കൊടുത്തളാം. അപ്പോൾ വെറും വാക്കല്ല അതിൻ തത്വം കണ്ടു നാം അന്നു രാത്രിയിൽ ഭഗവത് സ്പർശമേൽക്കായിൽ എല്ലാം നിർജീവമൂഴിയിൽ. ജീവനില്ല, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും ഈശ്വരാധീനല്ലെങ്കിൽ. സത്യത്തിൻ പൂങ്കരം മുട്ടിത്തന്നെയാണല്ലയോ സഖി. സഖി തനിക്കറിയില്ലേ? സത്യത്തിൻ പൂങ്കരം. ഭഗവാന്റെ കരം സത്യം. സത്യമേവ ജയത്തെ. അപ്പോൾ സത്യത്തിൻ പൂങ്കരം മുട്ടിത്തന്നെയാണല്ലയോ സഖി. പ്രപഞ്ചവും സത്യമായേ വിലസിടുവതീ വിധം. പ്രപഞ്ചം സത്യമായിരുന്നാൽ മാത്രമേ പ്രജകൾക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റൂ. ആ വെറും മുളതൻ തുണ്ടും കൃഷ്ണൻ്റെ അതരാമൃതം നുകർന്നേതൊക്കെയും മട്ടിൽ ആനന്ദിപ്പിച്ചു മഞ്ഞിനെ. ഭൂമിയിനെ ഭഗവാന്റെ ഓടക്കുഴൽ മാധുരി എന്ത് ചെയ്യുന്നുണ്ട്? ആനന്ദിപ്പിക്കുന്നു. ആ വെറും മുളം തണ്ട് എവിടെ കിടക്കണം? മുളയുടെ ഒരു കഷ്ണം മൂപ്പരുടെ അധരത്തിൽ ഇങ്ങനെ എത്ര കാലം ചേർന്നിരിക്കണത് നമ്മൾക്ക് പറ്റണില്ലല്ലോ. എന്നാൽ നമുക്ക് കുറച്ച് കാലം മുളയായി തീർന്നാലോ? ഓരോ ഗോപസ്ത്രീകളും ആ വെറും മുളൻ തുണ്ടും തണ്ടല്ല, ഒരു കഷ്ണം കൃഷ്ണൻ്റെ അതരാമൃതം നുകർന്ന് ഏതൊക്കെയും മട്ടിൽ ആനന്ദിപ്പിച്ചു മഞ്ഞിനെ. ചെഞ്ചുണ്ടിൽ വെച്ചു പൊന്നോട കുഴൽ തൻ തുളമില്ലവേ. ചെഞ്ചുണ്ടിൽ ഭഗവാന്റെ ആ ചുവന്ന
ചെഞ്ചുണ്ടിൽ വെച്ച പൊന്നോടക്കുഴൽ തൻ തുളമെല്ലവേ അടച്ചും കൈവിരൽ തുമ്പാൽ തുറന്നും കൃഷ്ണനൂതവേ. ചെഞ്ചുണ്ടിൽ വെച്ച പൊന്നോടക്കുഴൽ തൻ തുളമെല്ലവേ അടച്ചും കൈവിരൽ തുമ്പാൽ തുറന്നും കൃഷ്ണനൂതവേ. വിൺതട്ടിൽ വന്ന ഉർവശിയും രംഭയും വളർകുന്തളം കെട്ടാതഴിഞ്ഞു പോം പട്ടുവസ്ത്രവും താങ്ങി നിൽക്കയാം. ആ കവിയുടെ ഒരു മാസ്മരികത. ഈ ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴലിൽ നിന്ന് എന്താ പറയുക, ഉതിരുന്ന ആ ഹ്രീം എന്ന കാമരാജമന്ത്രം കേട്ട് ദേവലോകത്ത് ഉർവശി, രംഭ, തിലോത്തമ ഇവർ തലമുടി കിട്ടുമായിരുന്നു. അപ്പോൾ സ്റ്റില്ലായിട്ട് നിന്നു. ഒരു കയ്യിൽ സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഒരു 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 പാവാടയുമ്പോൾ സാരിയുടെ ഒരു തല അടിച്ചിട്ട് ഇനി ഞെറി ഒക്കെ എടുത്തിട്ട് 2-3 ചുറ്റൊക്കെ ചുറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതാണ് അപ്പോൾ പറഞ്ഞു, വെൺതട്ടിൽ വന്ന ഉർവശിയും രംഭയും വളർകുന്തളം കെട്ടാതഴിഞ്ഞു പോം പട്ടുവസ്ത്രവും താങ്ങി നിൽക്കയാം. മന്ദസ്മിതത്താൽ വാർമിന്നൽ മുത്തുമാലയിലേറ്റിയും ആനന്ദം പെയ്തും ഈ വണ്ണം മാധവൻ കുഴലൂതവേ. മാധവൻ ശ്രീഹരി കുഴലൂതവേ. നൃത്തമാർന്നു മയൂരങ്ങൾ, നൃത്തം ചെയ്തു. ആരെ? മയിലുകളെ. പൈക്കൾ വന്നെത്തി മുന്നിലായി ചവച്ച പുല്ലിറക്കാതെ, ചവച്ച പുല്ല് ഇറക്കാതെ പതക്കായിട്ട് ഇങ്ങനെ നിൽക്കണം ഭഗവാനെ മുട്ടിരുമാൻ വേണ്ടിയിട്ട്. ചവച്ച പുല്ല്, അതായത് തൊണ്ടയിൽ നിന്ന് ചോറങ്ങോട്ട് ഇറങ്ങില്ല. കാരണം എന്താ? ശ്രീകൃഷ്ണ സ്മൃതി, വേറെ ഒരു രക്ഷയില്ല. കൃഷ്ണ ഗുരുവായൂരപ്പ കാക്കണേ ഭഗവാനെ എന്ന് ആർത്തനാദം മുഴക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല നമ്മൾക്ക്. എല്ലാറ്റിനും സാക്ഷിയായിട്ടിരിക്കുക. ആരെന്ത് പറഞ്ഞാലും നാരായണ നാരായണ ആ 4 അക്ഷരം വിടാതെണ്ടിരിക്കുക. എന്തെന്ത് അസാധ്യമോ അതൊക്കെ സാധ്യമാക്കി തരുന്നതാണ് ആ 4 അക്ഷരം. നാരായണ നാരായണ. മന്ദസ്മിതത്താൽ വാർമിന്നൽ മുത്തുമാലയിലേറ്റിയും ആനന്ദം പെയ്തും ഈ വണ്ണം മാധവൻ കുഴലൂതവേ. നൃത്തമാർന്നു മയൂരങ്ങൾ, പൈക്കൾ വന്നെത്തി മുന്നിലായി ചവച്ച പുല്ലിറക്കാതെ നിൽപ്പൂ ചിത്രങ്ങൾ പോലവേ. മല്ലവേഷമണിഞ്ഞീടെ, മല്ലവേഷം അതായത് യുദ്ധത്തിന് തയ്യാറായിട്ട് മല്ലവേഷം അണിഞ്ഞീടെ വിദൂരം ചെന്ന പൈക്കളെ, വളരെ ദൂരത്തേക്ക് പൈക്കളെ ഗംഗ തൊട്ടോരെ എല്ലാവരും ചേർന്നുറക്കെ വിളിക്കവേ. പശുവിൻ്റെ പേരട്ടോ, ഗംഗ, യമുന, കാവേരി എന്നൊക്കെ. മല്ലവേഷം അണിഞ്ഞീടെ വിദൂരം ചെന്ന പൈക്കളെ ഗംഗ തൊട്ടോരെ എല്ലാവരും ചേർന്നുറക്കെ വിളിക്കവേ. കാറ്റത്ത് കാൽപ്പൊടി കൊതിച്ചൊഴുകിയിടാതെ ആറുകൾ. കാറ്റത്ത് ഭഗവാന്റെ ഈ ശബ്ദം ഗംഗേ, യമുനെ, കാവേരി എന്ന് വിളിക്കുമ്പോൾ ഒഴുക്ക് നിന്നു. എങ്ങോട്ടാണ് ഒഴുകണത്? പ്രാണനാഥനാണ്. എല്ലാവരുടെയും, നദികളുടെയും പർവ്വതങ്ങളുടെയും ഓരോ പുല്ലിൻ്റെയും അക്രൂരനെ പോലെയുള്ള ആ മഹാപ്രഭകൾക്ക് സ്വയം കുളിക്കാൻ ഇറങ്ങിയപ്പോൾ കാണിച്ചു കൊടുത്ത രൂപമുണ്ട് അല്ലേ? അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകരുത്. അതാണ് ഈ വൈകുണ്ഠം എന്നുള്ളത്. അവരവരുടെ മനസ്സിൽ ഭഗവാനാണ് ആ വൈകുണ്ഠത്തിൽ. കുണ്ഠിതം പിന്നെ എന്തിനാ? ഈ ആനന്ദത്തിൻ്റെ പെരുമഴയിലാണ് ഞാൻ സ്തബ്ധനാവണത്. കാരണം എനിക്ക് ഭഗവാൻ ഇത്രയും ഒരു നല്ലൊരു ജീവിതം തന്നില്ലേ, എനിക്ക് എങ്ങനെയാണ് അതിന് നന്ദി പറയേണ്ടത്? അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം അനുഭവിക്കുമ്പോൾ ഒരു നേരെങ്കിലും ഭഗവത് സ്മൃതി ഇല്ലാതെ കണ്ടിരിക്കരുതേ ഭഗവാനെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ കാറ്റത്തുകാൽ പൊടി കൊതിച്ചൊഴുകിയിടാതെ ആറുകൾ കൈനീട്ടി നിൽക്കയാം. പുണ്യം മറ്റൊരു നമ്മൾ പോലവേ. നമ്മളെ പോലെ ഈ നദികൾക്കും പുണ്യമുണ്ട്. പക്ഷേ ഏതൊക്കെ സമയത്ത് മൂപ്പര് വിളിക്കുക അപ്പോഴല്ലേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. നമ്മൾക്കിപ്പോൾ 24 മണിക്കൂറും ഭഗവാനൊപ്പം വേണമെന്ന് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളെന്താ ചെയ്യണത്? കണ്ണടച്ചിട്ട് കൃഷ്ണ 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 എന്ന് വിചാരിക്കുക. അപ്പോൾ ഭഗവാനുണ്ട്. കൃഷ്ണൻ വിദൂരത്തല്ല. പാഞ്ചാലിയോട് പറയണ്ടായി, മധുരാനാഥ
മധുരാനാഥ, ദ്വാരകാവാസ. എന്തിനാ അങ്ങനെയൊക്കെ? എൻ്റെ ഹൃദയപത്മത്തിൽ വിരാജിക്കുന്ന ഭഗവാനെ എന്നൊന്ന് പറഞ്ഞുകൂടെ? ആ റിയലൈസേഷൻ നമുക്ക് വേണം. മധുരയിലത്തെ രാജാവും പിന്നെ ദ്വാരകയിലത്തെ രാജാവും അല്ല നമുക്ക്. നമ്മുടെ ഉള്ളിലുള്ള ബാലാഗ്രശതഭാഗസ് വിസ്തരസ് ഏകോ ജീവ എന്ന പ്രമാണത്തിനുടയനായിരിക്കുന്ന ആ കൃഷ്ണനെ, അല്ലെങ്കിൽ ആ മാധവനെ, ആ കേശവനെ നമ്മൾ എനിക്കെന്താ പേടി, എന്നെ രക്ഷിക്കാൻ എൻ്റെ ഭഗവാൻ എൻ്റെ ഉള്ളിലുണ്ടല്ലോ എന്ന് ഒരവസ്ഥ വന്നാൽ പിന്നെ LIC ഒന്നും വേണ്ട, ലൈഫ് ഇൻഷുറൻസ് ഒന്നും വേണ്ട. എൻ്റെ കയ്യിലില്ല, ഞാൻ എടുത്തിരുന്നു ഈ ATCC കൺസെഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് അന്ന് ഒരു ലൈഫ് റിട്ടയർമെൻറ്റ് പദ്ധതി 1450 രൂപ എല്ലാ മാസം കിട്ടും. ഗവൺമെൻറ് ശമ്പളം അല്ലാണ്ട് പലതുള്ളി പെരുവെള്ളം അല്ലാണ്ടപ്പം എന്താ. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, കൂട്ടുകാർ വിഷ്ണുവെ പോലെ വാഴ്ത്തും കൃഷ്ണൻ വനങ്ങളിൽ മേയുന്ന പൈക്കളെ പില്ലാങ്കുഴലൂതി വിളിക്കവേ. പില്ലാങ്കുഴൽ കൂടെ ഓരോ സ്വരം ഓരോരുത്തരുടെ പേരുണ്ട്. അതുകൊണ്ട് വിളിക്കുമ്പോഴേക്കും അവർ ഓടി വരികയാണ്. അതായത് കൈനീട്ടി അതിന് മുമ്പേ കാറ്റത്തു കാൽപ്പൊടി കൊതിച്ചൊഴുകിയിടാതെ. കാറ്റത്ത് ഇപ്പം കിട്ടും ഭഗവാന്റെ പാദധൂളി. കാറ്റത്തു കാൽപ്പൊടി കൊതിച്ച് ഒഴുകിയിടാതെ ആറുകൾ കൈനീട്ടി നിൽക്കയാം പുണ്യം മറ്റൊരീ നമ്മൾ പോലവേ. കൂട്ടുകാർ വിഷ്ണുവെ പോലെ വാർത്തും കൃഷ്ണൻ വനങ്ങളിൽ മേയുന്ന പൈക്കളെ പില്ലാങ്കുഴലൂതി വിളിക്കവേ. അതോർത്തോ കോൾമയിർ കൊണ്ട് തേൻ ചിന്നും തരുവല്ലികൾ. അതോർത്തുകൊണ്ടോ കോൾമയിർ കൊണ്ട് തേൻ ചിന്നും തരുവല്ലികൾ. മരത്തിൽ കയറിയിട്ടുള്ള ലതകൾ, അതിനാണ് വല്ലികളെന്ന് പറയാം. ഫലപുഷ്പങ്ങൾ കൈകൊണ്ട് വണങ്ങുന്നു വിനീതരായി. പുഷ്പങ്ങളും ഫലങ്ങളും കൈക്കൊണ്ട് വണങ്ങുന്നു വിനീതരായി. കുളിച്ചു കുറി തൊട്ട് ഉച്ചയ്ക്ക് അലർമാലയണിഞ്ഞുടൻ വണ്ടിൻ ധങ്കാരവും കേട്ടു വാർമണി കുഴലൂതവേ. അരയന്നങ്ങൾ തൊട്ടുള്ള ഫലേ പക്ഷികൾ അത്ഭുതം അടുത്തണഞ്ഞു മിണ്ടാതെ കണ്ണടച്ചു ഭജിക്കയാം. അരയന്നങ്ങൾ സർക്യൂട്ട് നടത്തും. നല്ല എന്താ പറയുക, താമര ജലാശയങ്ങളിൽ, താമര പറയാൻ പറ്റില്ല, താമരപ്പൊയ്കകളിൽ പ്രദേശത്തിലെ അരയന്നങ്ങൾ തൊട്ടുള്ള പല പക്ഷികൾ അത്ഭുതം അടുത്തണഞ്ഞ് മിണ്ടാതെ കണ്ണടച്ചു ഭജിക്കായ. ഭഗവാൻ എന്ന് പറയുന്നത് പ്രതിധ്വനിയെഴും കുന്നിൻ, പ്രതിധ്വനി എക്കോസിസ്റ്റം. പ്രതിധ്വനിയെഴും കുന്നിൻ ചോട്ടിൽ വന്ന് അംബുജേക്ഷണൻ ജ്യേഷ്ഠൻ തലകുലുക്കും മട്ടത്രയും താഴ്ത്തിയൂതവേ. താഴ്ത്തിയൂത എന്ന് പറഞ്ഞെന്താ? ഈ സ്വരവിന്യാസങ്ങൾ, അതായത് ഈ നാദസ്വരം, കുറുങ്കുഴൽ, ഈ പില്ലാങ്കുഴലിനൊക്കെ ശബ്ദമാധുരി എത്ര ലോ ആയിട്ട് വായിക്കുക ചില രാഗങ്ങളുണ്ടോ, അതേമാതിരി ഹയ്യ് ടോപ്പ് നോട്ടിൽ വായിക്കേണ്ടതുണ്ട്. അത് ഈ കുന്നിൻ്റെ ചെരുവിൽ പോയി നിന്നിട്ട് വിളിച്ചാൽ അതിൻ്റെ പ്രതിധ്വനി കേൾക്കും. അപ്പോൾ ബലരാമൻ തലയാട്ടുന്നതാണ്. ബേഷ് ബലേ ബേഷ് സംഗീതത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുള്ളതാണ്. ഇപ്പോഴാണ് കൂയ് ഇല്ലേ, ഈ മറ്റേ റിയാലിറ്റി ഷോയിലൊക്കെ ആണ് പെണ്ണ് വ്യത്യാസമല്ല, കൂവേണ്ട ആൾക്കാർക്കുടെ ജന്മ പലവർക്കും അങ്ങനെ പോകല്ല. അതിനൊരു പ്രസക്തിയുണ്ട്, സംഗീതത്തിനൊരു പ്രസക്തിയുണ്ട്. ബലേ ബേഷ് ധാരാളമായി. അപ്പോൾ പ്രതിധ്വനിയെഴും കുന്നിൻ ചോട്ടിൽ വന്ന് അംബുജേക്ഷണൻ ജ്യേഷ്ഠൻ തലോലക്കും മട്ടത്രയും താഴ്ത്തിയൂതവേ. കൃഷ്ണന് വിഘ്നമായി വാൻമുകിൽ മെല്ലെ മുഴങ്ങിടും. കൃഷ്ണന് വിഘ്നമാകായ് മുകിൽ മെല്ലെ മുഴങ്ങിയും പുഷ്പം വിതറിയും പട്ടുകുടയായി വെണ്ണിൽ നിൽക്കയാം. അതായത് കൃഷ്ണന് വിഘ്നമാകായ്, അതായത് കൃഷ്ണൻ്റെ
ചെയ്തികൾ, ശീലങ്ങൾ, പാട്ട്, ഡാൻസൊക്കെ ഉണ്ടല്ലോ, അതിന് വിഘ്നമാകാതെ ഉണ്ട്. മുകിൽ മെല്ലെ മുഴങ്ങിയും പുഷ്പം വിതറിയും പട്ടുകുടയായി വിണ്ണിൽ നിൽക്കയാം. മരങ്ങളും ഒക്കെ പല ലീലയിൽ എന്നല്ല പാട്ടിലും ദേവി നിൻ മകൻ വിദഗ്ധൻ വേണുവിൽ തെല്ലും മനോധർമ്മങ്ങൾ കാട്ടുകിൽ. മൈ ഗോഡ്, എന്താ പ്രസൻറ്റേഷൻ! പല ലീലയിലെന്നല്ല, എൻ്റെ മകൻ കൃഷ്ണനുണ്ടല്ലോ, പല തരത്തിലും, ഏതെല്ലാം തരത്തിലും അതിലൊക്കെ വിദഗ്ധനാണ്. അപ്പോൾ പാട്ടിലും ലീലയിലെന്നല്ല പാട്ടിലും ദേവി നിൻ മകൻ, യശോദേനെയാണ് ദേവി എന്ന് വിളിക്കുക, നിൻ മകൻ വിദഗ്ധൻ വേണുവിൽ തെല്ല് മനോധർമ്മങ്ങൾ കാട്ടുകിൽ. വേണുനാദം പൊഴിക്കണേൽ സമർത്ഥന. അതിൽ ഈ ലോ പിച്ചിലൊക്കെ നമ്മളെ കരയിപ്പിക്കുന്ന രാഗങ്ങൾ, ആനന്ദിപ്പിക്കുന്ന രാഗങ്ങൾ. അപ്പോൾ ദേവകിന്നര ഗന്ധർവ ശിവ ബ്രഹ്മാദി സർവരും, ദേവന്മാരെ, കിന്നരന്മാരെ, ഗന്ധർവന്മാരെ, ശിവ ബ്രഹ്മാദി സർവരും രാഗം പോലും തീർച്ചയാക്കാതെ ആനന്ദകുലരാകയാം. ഈ ലോകത്തിലുള്ള എല്ലാ VIPസും, അങ്ങനെ പറയാം, വെരി വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ്, ബ്രഹ്മരുദ്രാദികൾ മുഴുവൻ, ബ്രഹ്മാവ്, രുദ്രൻ മുതലായിട്ടുള്ളവരൊക്കെ എന്താ കാണിക്കണത്? ഇങ്ങനൊരു അവതാരം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ അവർ ശ്രീകൃഷ്ണ കഥാമൃതം വായിച്ചിട്ടില്ല, ഞാനത്രേ പറയുള്ളൂ. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് പരമശൈലി. അപ്പോൾ ദേവകിന്നര ഗന്ധർവ ശിവ ബ്രഹ്മാദി സർവ രാഗം പോലും തീർച്ചയാകാതെ ആനന്ദാകുലരാകയാം. ശുഭരേഖാങ്കിതം കാൽത്താർ ചൂടിച്ചും കുഴലൂതിയും. ശുഭരേഖാങ്കിതം, ഭഗവാന്റെ കാലിൽ രേഖകൾ ശുഭമുള്ളതാണ്, മംഗളമുള്ളതാണ്. അതാണ് ബലിക്ക് കാല് ഉയർത്തി അനുഗ്രഹിച്ചത്, താഴ്ത്തല്ല ചെയ്തിരുന്നത്. ഇത് പൊട്ടന്മാർ ഒരു ചുക്കും അറിയില്ല, എന്ത് ചെയ്യാൻ പറ്റും. ശുഭരേഖാങ്കിതം കാൽത്താർ ചൂടിച്ചും കുഴലൂതിയും പൈക്കുളമ്പ് അകൽ തീർത്തും കൊണ്ട് ആനച്ചന്തത്തിൽ മെല്ലവേ കൊണ്ട് ആനച്ചന്തം, അത് അതിലേറെ മിടുക്ക് അല്ലേ. പൈക്കുളമ്പ് അഴൽ തീർത്തും കൊണ്ട് ആനച്ചന്തത്തിൽ മെല്ലവേ പാൽ പുഞ്ചിരി പൊഴിച്ചൊന്ന് കടാക്ഷിച്ചെഴുന്നള്ളവേ. ഒന്ന് നോക്കാനൊന്നും മടിക്കില്ല മൂപ്പര്, എല്ലാവരേനെയും മാറി മാറി നോക്കും. അപ്പോൾ കടാക്ഷിച്ചെഴുന്നള്ളവേ കോരിത്തെരിച്ചു നാം എങ്ങാണെന്ന് പോലും മറക്കയാം. എവിടെയാണ് നമ്മൾ എന്ന് നമ്മൾ മറക്കണമെന്ന് പറയണു. ആ മറവി നല്ലതാണ്. എല്ലാവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.